ഒരു തുഴവള്ളത്തിൽ ഒറ്റയ്ക്ക് ചെന്ന് മെക്സിക്കോ ഉൾക്കടലിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയുള്ള നീരൊഴുക്കിൽ മീൻ പിടിക്കാറുണ്ടായിരുന്ന വൃദ്ധനായ അയാൾക്ക് മീനൊന്നും കിട്ടാതെ ഇപ്പോഴേക്ക് 84 നാളായി. ആദ്യത്തെ 40 ദിവസം ഒരു ചെറുക്കനുണ്ടായിരുന്നു കൂട്ടിന്. എന്നാൽ ഒറ്റ മീനുമില്ലാതെ നാൾ 40 അങ്ങേര് ഉറപ്പായും ഗുണം പിടിക്കില്ലെന്നും അതിലും മോശമായ ഭാഗ്യക്കേടില്ലെന്നും അപ്പനും അമ്മയും പറഞ്ഞത് കേട്ട് അവരുടെ തീരുമാനത്തിൽ അവൻ വേറൊരു തോണിയിൽ പോയിരുന്നു. അതൊന്നാമത്തെ ആഴ്ച തന്നെ 3 വമ്പൻ മീനുകളെ പിടിച്ചു. എന്നും ഒഴിഞ്ഞ വള്ളവുമായി വൃദ്ധൻ വരുന്നത് കാണുക ചെറുക്കന് സങ്കടകരമായിരുന്നു. ചുറ്റിവെച്ച ചരടുകളോ ചാട്ടുളിയോ വലിയ മീൻ പിടിക്കാനുള്ള ചൂണ്ടയോ പായ്മരത്തിൽ ചുരുട്ടിക്കെട്ടിയ പായയോ എടുക്കാൻ അയാളെ സഹായിക്കുന്നതിന് അവൻ എല്ലായ്പ്പോഴും ചെന്നു. ധാന്യമാവിന്റെ ചാക്കുകൾ തുന്നിച്ചേർത്ത പായ ചുരുട്ടിക്കെട്ടിയ നിലയിൽ നിത്യപരാജയത്തിന്റെ കൊടിപോലെയായിരുന്നു. പിൻകഴുത്തിൽ താഴ്ന്ന ചുളിവുകളോടെ മെലിഞ്ഞിട്ടായിരുന്നു വൃദ്ധൻ. ഉഷ്ണാധിക്യമുള്ള കടലിലെ സൂര്യന്റെ പ്രതിഫലനമേറ്റുണ്ടാകുന്ന ഹാനികരമല്ലാത്ത ചർമ്മരോഗത്തിന്റെ തവിട്ടുപൊക്കളകൾ ചെന്നികളിൽ. അവ മുഖപാർശ്വങ്ങളിലൂടെ കീഴ്പോട്ടിറങ്ങിയിരുന്നു. കൈകളിൽ കനമേറിയ മീനുകളെ ചരടിൽ വലിച്ചു കയറ്റിയതിന്റെ തഴമ്പിച്ച പാടുകൾ. പക്ഷേ ഇവയിൽ ഒരു പാടുപോലും പുതുതായുണ്ടായതല്ല. ഒക്കെ മീനില്ലാ മരുഭൂമിയിലെ തേഞ്ഞുമായലുകൾ പോലെ പഴക്കം ചെന്നവ. വൃദ്ധനെ സംബന്ധിക്കുന്നതെന്തും പഴക്കമുള്ളതായിരുന്നു, അയാളുടെ നേത്രങ്ങളൊഴികെ. അവയ്ക്ക് കടലിന്റെ അതേ നിറം, ചുറുചുറുക്കാർന്നും തോൽവി അറിയാതെയും. സാന്റിയാഗോ വള്ളം അടുപ്പിച്ചെടുത്തുനിന്ന് കയറുമ്പോൾ ചെറുക്കൻ അയാളോട് പറഞ്ഞു, ഞാൻ ഇനിയും കൂടെ വരാം, നമ്മൾ കുറച്ച് പണം സമ്പാദിച്ചിട്ടുണ്ട്. വൃദ്ധനാണ് ചെറുക്കനെ മീൻ പിടിക്കാൻ പഠിപ്പിച്ചത്. അവന് അങ്ങേരോടിഷ്ടമാണ്. വേണ്ട, വൃദ്ധൻ പറഞ്ഞു, നീ ഇപ്പോൾ ഭാഗ്യമുള്ള ഒരു തോണിയിലാണ്, അവരുടെ കൂടെ തന്നെ നിൽക്ക്. 87 ദിവസവും മീൻ കിട്ടാതെ പോയതും പിന്നെ 3 ആഴ്ച എന്നും വലിയ മീൻ പിടിച്ചതും ഓർമ്മയില്ലേ? ഉണ്ട്, വൃദ്ധൻ പറഞ്ഞു. എന്നെ സംശയിച്ചതുകൊണ്ടല്ല നീ പോയതെന്ന് എനിക്കറിയാം. പപ്പ പറഞ്ഞിട്ടാ. ഞാൻ ചെറുതല്ലേ, പപ്പയെ അനുസരിക്കേണ്ടതല്ലേ? അറിയാം, വൃദ്ധൻ പറഞ്ഞു. അത് തികച്ചും സ്വാഭാവികമാണ്. അങ്ങേർക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. ഇല്ല, വൃദ്ധൻ പറഞ്ഞു. പക്ഷേ നമുക്കുണ്ട്, ഇല്ലേ? ഉണ്ട്, ചെറുക്കൻ പറഞ്ഞു. നമുക്ക് മേടയിൽ ചെന്നിരുന്ന് ഒരു ബിയർ കഴിച്ചാലോ? പിന്നെ ഇതെല്ലാം നമ്മൾ വീട്ടിലെത്തിക്കും. എന്തുകൊണ്ട് പാടില്ല? വൃദ്ധൻ പറഞ്ഞു. മീൻപിടുത്തക്കാർ തമ്മിലല്ലേ? അവർ മേടയിലിരിക്കെ മീൻപിടുത്തക്കാരിൽ നിരവധി പേരും വൃദ്ധനെ പരിഹസിച്ചെങ്കിലും അയാൾ ദേഷ്യപ്പെട്ടില്ല. പ്രായം ചെന്ന മീൻപിടുത്തക്കാരിലെ മറ്റുള്ളവർ അയാളെ നോക്കി വ്യാകുലരായി. പക്ഷേ അവരത് പ്രകടമാക്കാതെ നീരൊഴുക്കിനെയും തങ്ങൾ ചൂണ്ടയിട്ട ആഴങ്ങളെയും നല്ലതായി തുടർന്ന അന്തരീക്ഷസ്ഥിതിയെയും തങ്ങൾ കണ്ട കാഴ്ചകളെയും കുറിച്ച് ശാന്തതയോടെ സംസാരിച്ചു. അന്ന് നല്ല കോള് കിട്ടിയ മീൻപിടുത്തക്കാർ ഇതിനോടകം എത്തിക്കഴിഞ്ഞിരുന്നു. അവർ തങ്ങൾ പിടിച്ച മാർലിനുകളെ കീറി കുടലുകൾ കളഞ്ഞ് 2 പലകകളിൽ മുഴുവനായും വിലങ്ങനെ ചേർത്തുവെച്ച് ഓരോന്നിന്റെ അറ്റത്തും 2 പേർ ഇടറി നടന്ന് മീൻചാപ്പയിലേക്ക് നീങ്ങി. അവയെ ഹവാനയിലെ ചന്തയിലേക്ക് കൊണ്ടുപോകാനുള്ള ഐസ് വണ്ടിയും കാത്തുനിന്നു. സ്രാവുകളെ പിടിച്ചവർ അവയെ കടൽപ്പള്ളയുടെ മറുഭാഗത്തുള്ള സ്രാവുശാലയിലേക്ക് കൊണ്ടുപോയി. കപ്പിയും കയറും കൊണ്ടുയർത്തി അവയുടെ കരളുകൾ നീക്കം ചെയ്ത് ചിറകുകൾ മുറിച്ചുമാറ്റി തോലുരിഞ്ഞ് ഉപ്പിട്ടുവെക്കാനായി ഇറച്ചിച്ചീളുകളാക്കി. കാറ്റ് കിഴക്കോട്ടാകുമ്പോൾ സ്രാവുശാലയിൽ നിന്നൊരു മണം തുറമുഖത്താകെ പരക്കുമായിരുന്നു. എന്നാൽ ഇന്ന് കാറ്റ് വടക്കോട്ടു മാറി. പിന്നെ നിലച്ചത് നിമിത്തം നേരിയ ഗന്ധം മാത്രം. മേട സുഖകരവും വെളിച്ചമുള്ളതും. സാന്റിയാഗോ, ചെറുക്കൻ വിളിച്ചു. ആ, വൃദ്ധൻ പറഞ്ഞു. കയ്യിൽ ഗ്ലാസുമായി വളരെ വർഷങ്ങൾക്കപ്പുറത്തെ കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു അയാൾ. ഞാൻ നിങ്ങൾക്ക് നാളത്തേക്കുള്ള മത്തി കൊണ്ടുവരാൻ പോകട്ടെ? വേണ്ട, പോയി ബേസ്ബോൾ കളിക്ക്. എനിക്കിപ്പോഴും തുഴയാനാവും. റൊഹേലിയോ വല വീശിക്കൊള്ളും. പോയാൽ കൊള്ളാം. നിങ്ങളുടെ കൂടെ മീൻ പിടിക്കാൻ പറ്റില്ലെങ്കിൽ വേറെ എങ്ങനെയും സഹായിക്കണമെന്നുണ്ട്. നീ എനിക്കൊരു ബിയർ വാങ്ങിത്തന്നല്ലോ, വൃദ്ധൻ പറഞ്ഞു. നീ ഇപ്പത്തന്നെ ഒത്തൊരാണായി. ആദ്യമായിട്ട് നിങ്ങൾ എന്നെ തോണിയിൽ കൂട്ടിയപ്പോ എത്ര പ്രായമുണ്ടായിരുന്നു എനിക്ക്? 5. ഉശിര് പോകാതെയുള്ള ആ മീനിനെ ഞാൻ വള്ളത്തിലിട്ടതും അത് നിന്നെ കൊന്നേനെ. അവൻ വള്ളം ഏതാണ്ട് തകർത്തു, ഓർക്കുന്നോ? ഓർമ്മയുണ്ട്. അതിന്റെ വാലോണ്ടുള്ള അടിയും തട്ടലും ഇരിപ്പുപലക പൊട്ടുന്നതും നിങ്ങളതിനെ അടിക്കുന്ന ബഹളവും നിങ്ങൾ എന്നെ നനഞ്ഞ നൂൽച്ചുറ്റുള്ള അണിയത്തേക്ക് വലിച്ചെറിയുന്നതും വള്ളം അപ്പിടി വിറയ്ക്കുന്നതും ഒരു മരം വെട്ടുന്ന മാതിരി നിങ്ങൾ അവനെ പൊതിരെ തല്ലുന്ന ഒച്ചയും എന്റെ മേലാകെ പരന്ന ചോരയുടെ മണവും എനിക്ക് ഓർക്കാനാവുന്നുണ്ട്. ശരിക്കും നിനക്കത് ഓർക്കാൻ കഴിയുന്നുണ്ടോ? അല്ല, ഞാനായിട്ട് നിന്നോട് പറഞ്ഞതോ? നമ്മൾ ആദ്യം തൊട്ട് ഒന്നിച്ചു പോയത് തൊട്ടുള്ള എല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. വെയിലുകൊണ്ട് കരിഞ്ഞ ദൃഢതയും സ്നേഹവുമുള്ള കണ്ണുകളാൽ വൃദ്ധൻ അവനെ നോക്കി. നീ എന്റെ മോനായിരുന്നെങ്കിൽ ചൂതാടാൻ പോകുമ്പോ കൂടെ കൊണ്ടുപോയേനെ, അയാൾ പറഞ്ഞു. പക്ഷേങ്കില് നീ നിന്റെ അപ്പന്റെ അമ്മയുടേതുമാണ്. യോഗമുള്ള ഒരു വള്ളത്തിലുമാണ്. ഞാൻ മത്തിയെടുക്കട്ടെ? 4 ഇര കൂടി എവിടെ കിട്ടുന്ന എനിക്കറിയാം. ഇന്നേക്ക് ഞാൻ കരുതിയിട്ടുണ്ട്. പെട്ടിയിൽ ഉപ്പിട്ട് വെച്ചിരിക്കുക. പുതിയ 4 എണ്ണം ഞാൻ കൊണ്ടുവരാം. 1, വൃദ്ധൻ പറഞ്ഞു.
അയാളുടെ പ്രത്യാശയും ആത്മവിശ്വാസവും ഒരിക്കലും പൊയ്പോയിരുന്നില്ല. എന്നാൽ ഇപ്പോഴവ കടൽക്കാറ്റുയരവേ പുതുക്കപ്പെടുകയാണ്. 2 ചെറുക്കൻ പറഞ്ഞു. 2 വൃദ്ധൻ അംഗീകരിച്ചു. നീയവ കട്ടതല്ലല്ലോ? ഞാൻ കക്കും, ചെറുക്കൻ പറഞ്ഞു. ഇത് പക്ഷേ ഞാൻ വാങ്ങിയതാ. നന്ദി, വൃദ്ധൻ പറഞ്ഞു. എപ്പോഴാണ് താൻ എളിമ പ്രാപിച്ചതെന്ന് അതിശയിക്കാനാവാത്ത വിധം അത്രമേൽ പാവമായിരുന്നു അയാൾ. പക്ഷേ അത് താൻ നേടിയിട്ടുണ്ടെന്ന് അയാൾക്കറിയാം. അത് നിന്ദാപരമല്ലെന്നും നേരായ അന്തസ്സിനെ ഒട്ടും നഷ്ടപ്പെടുത്തുന്നതല്ലെന്നും. ഈ ഒഴുക്കിന് നാളെ ഒരു നല്ല ദിവസമായിരിക്കും, അയാൾ പറഞ്ഞു. നിങ്ങൾ എങ്ങോട്ടാ പോവുക? കാറ്റ് മാറുമ്പോഴേക്കും പുറംകടലിൽ. വെള്ള കയറും മുമ്പേ അങ്ങെത്തണം. ഞാൻ വള്ളക്കാരനെക്കൊണ്ട് പുറംകടലിൽ പണിയെടുപ്പിക്കാൻ നോക്കാം, ചെറുക്കൻ പറഞ്ഞു. അപ്പോ നിങ്ങൾ ശരിക്കും വലുതെന്തേലും കൊളുത്തിപ്പിടിച്ചാല് ഞങ്ങൾക്ക് തുണയ്ക്കെത്താലോ? അവൻ അത്രയും ദൂരം പണിയെടുക്കാൻ ഇഷ്ടമല്ല. അതല്ല, ചെറുക്കൻ പറഞ്ഞു. പക്ഷേങ്കില് ഒരു പക്ഷി ചൂണ്ടിക്കാട്ടുന്ന പോലെ അയാൾക്ക് കാണാൻ പറ്റാത്ത എന്തെങ്കിലും ഞാൻ കാണും. ഡോൾഫിന് പിറകെ അയാളെ കൊണ്ടുവരാനാവും. അയാളുടെ കണ്ണുകൾ അത്രയ്ക്ക് ചീത്തയാണോ? ഏതാണ്ട് കുരുടനാ. വിചിത്രം തന്നെ, വൃദ്ധൻ പറഞ്ഞു. അവൻ ഒരിക്കലും ആമവേട്ടയ്ക്ക് പോയിട്ടില്ല. അതാണ് കണ്ണുകൾക്ക് കേടുവരുത്തുന്നത്. എന്നാൽ എത്രയോ കൊല്ലം മിസ്കിറ്റോ തീരത്ത് ആമകളെ പിടിക്കാൻ പോയിട്ടും നിങ്ങളുടെ കണ്ണുകൾ നല്ലതാണല്ലോ. ഞാനാര് സാധാരണ കളവനല്ല. എന്നാലും ശരിക്കും വലിയൊരു മീനിനെ പിടിക്കാനുള്ള നെഞ്ചൂറ്റുണ്ടോ? ഉണ്ടെന്നാ എന്റെ വിചാരം. പിന്നെ തോനെ സൂത്രങ്ങളുണ്ട്. നമുക്ക് എല്ലാ സാധനവും പുരയിലേക്ക് എടുക്കാം, ചെറുക്കൻ പറഞ്ഞു. എന്നാൽ എനിക്ക് വീശുവലയെടുത്ത് മത്തി പിടിക്കാൻ പോവാലോ? അവർ വള്ളത്തിൽ നിന്നും സാമഗ്രികൾ എടുത്തു. വൃദ്ധൻ പായ്മരം തോളിലേറ്റി. ചുരുട്ടിയ ഇറുകെ മെടഞ്ഞ തവിട്ട് ചരടുകളുള്ള മരപ്പെട്ടിയും ചൂണ്ടയും കുന്തത്തോടെ ചാട്ടുളിയും ചെറുക്കൻ ചുമന്നു. ഇരകളിട്ട പെട്ടി വശത്തേക്ക് വലിച്ചെത്തിക്കുന്ന വലിയ മീനുകളെ അടിപ്പെടുത്താനുള്ള വണ്ണം കൂടിയ വടിയോടൊപ്പം വള്ളത്തിന്റെ അമരത്തായിരുന്നു. വൃദ്ധന്റേതായ ഒന്നും അപഹരിക്കില്ല ആരും. എന്നാലും കാറ്റുപായിയും കനമുള്ള ചരടുകളും പുരയിലേക്ക് എടുക്കുന്നതാണ് നന്ന്. കാരണം മഞ്ഞ് അവയ്ക്ക് ദോഷം ചെയ്യും. കടപ്പുറക്കാരും തന്റെ മുതല് കട്ടെടുക്കില്ലെന്ന് വളരെ ഉറപ്പുണ്ടായിട്ടും വലിയ മീൻ പിടിക്കാനുള്ള ഒരു ചൂണ്ടയും ഒരു ചാട്ടുളിയും വള്ളത്തേൽ വെച്ചു പോരുന്നത് അനാവശ്യ പ്രലോഭനങ്ങളാണെന്ന് വൃദ്ധൻ കരുതി. നിരത്തിലൂടെ മുകളിലോട്ട് വൃദ്ധന്റെ കുടിലിലേക്കായി അവർ ഒരുമിച്ച് നടന്ന് അതിന്റെ തുറന്ന വാതിലിലൂടെ അകത്തേക്ക് കടന്നു. കാറ്റുപോയ പൊതിഞ്ഞ പായ്മരം വൃദ്ധൻ ചുവരോട് ചാരി. ചെറുക്കൻ പെട്ടിയും മറ്റു സാധനങ്ങളും അതിനടുത്തായി വെച്ചു. പായ്മരത്തിന് ഏറെക്കുറെ കുടിലിന്റെ ഒറ്റ മുറിയോളം നീളമുണ്ടായിരുന്നു. കുടിലു പണിതത് ഗ്വാനോയ് എന്ന് വിളിക്കപ്പെടുന്ന അമേരിക്ക പനയുടെ ഉലയാത്ത കൂമ്പുമറകൾ കൊണ്ടാണ്. അതിനകമേ കിടക്ക, മേശ, ഒരു കസേര എന്നിവ കൂടാതെ അഴുക്കുനിലത്ത് കരിക്കട്ട കൊണ്ട് പാകം ചെയ്യാവുന്ന ഒരടുപ്പുമുണ്ടായിരുന്നു. ഉറപ്പുള്ള നാരുകളോടുകൂടിയ ഗ്വാനോയുടെ നിരത്തിയതും കവിഞ്ഞുകിടക്കുന്നതുമായ ഓലകളാലുള്ള തവിട്ടു ചുവരുകളിൽ ഈശോമിശിഹായുടെ തിരുഹൃദയത്തിന്റെ വർണ്ണചിത്രം, വേറൊന്ന് കോബ്രയിലെ കന്യയുടെയും. ഇവ അയാളുടെ ഭാര്യയുടെ ശേഷിപ്പുകളായിരുന്നു. ഭാര്യയുടെ ഇളം നിറത്തിലുള്ള ഒരു ഛായാപടം മുമ്പ് ചുവരിലുണ്ടായിരുന്നതാണ്. എന്നാൽ അയാൾ അത് എടുത്തുമാറ്റി. എന്താണെന്ന് വെച്ചാൽ അത് കാണുമ്പോൾ അയാൾക്ക് കടുത്ത ഏകാന്തത തോന്നും. അതിപ്പോൾ ചുവരലമാരയുടെ ഒരു കോണിൽ അയാളുടെ വെടിപ്പുറ്റ ഉടുപ്പിന് കീഴെ.